കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് ഗൗരവതരമെന്ന് CPM വിലയിരുത്തൽ. പ്രശ്നങ്ങൾ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. കേന്ദ്ര കമ്മിറ്റിയിൽ തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്ത യെച്ചൂരി തള്ളി. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുകയാണ് വിമർശനങ്ങളുടെ ലക്ഷ്യമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കോഴിക്കോട് നടന്ന CPIM മേഖലാതല റിപ്പോർട്ടിംഗിൽ ഓരോ മണ്ഡലങ്ങളിലെയും തോൽവിയുടെ കാരണങ്ങളും പൊതുസാഹചര്യവും ചർച്ചയായി. കേന്ദ്ര സഹായം മുടങ്ങിയത് ജനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിച്ചു. ഇതിന് കാരണം BJP സർക്കാരാണെങ്കിലും LDFനാണ് തിരിച്ചടിയേറ്റതെന്നും CPIM വിലയിരുത്തി. പാർട്ടിയുടെ വോട്ട് ചോർച്ചയും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചതും ഗൗരവത്തോടെ കാണണമെന്ന് സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. കേന്ദ്ര കമ്മിറ്റിയിൽ തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്ത യെച്ചൂരി തള്ളി. In the meanwhile, stop please spreading slanderous news. People who have not spoken in the Central Committee are charged with saying that they have attacked the General Secretary and the Central Line. They are complete, absolute falsities. CPIMന്റെ അടിത്തറ വോട്ടുകൾ BJPയിലേക്ക് പോയത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്ന് മുതിർന്ന നേതാവ് ഡോക്ടർ TM തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു. ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങളാണ് BJPയിലേക്ക് മാറിയതെന്ന് പഠിക്കണമെന്നും തോമസ് ഐസക്. ചുവന്ന കൊടി പിടിച്ച് പണക്കാർക്ക് ദാസിപ്പണിയെടുത്താൽ പാർട്ടി ശിക്ഷിക്കപ്പെടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നമുക്ക് ചില കാര്യങ്ങൾ വിലക്കപ്പെട്ടവയാണ്. നാം പിടിക്കുന്ന കൊടി പാവനമായ കൊടിയാണ്. ആ കൊടിയും പിടിച്ചുകൊണ്ട് ഏത് കേമനായാലും ശരി, തമ്മാടത്തരങ്ങളും തോന്നിയവാസങ്ങളും അഴിമതിയും വൃത്തികളും പണക്കാർക്ക് വേണ്ടിയുള്ള ദാസ്യവിലയും ചെയ്താൽ ഈ പാർട്ടി അത്രക്ക് തീർച്ചയായിട്ടും പിടികൂടുകയും ശിക്ഷിക്കുകയും ചെയ്യും. ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട ചികിത്സയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 24 കോഴിക്കോട്.